അമേരിക്കയും ഇസ്രായേലും തനിക്കണം കാണിച്ചില്ലേ? കറക്റ്റ് പെരുന്നാളിന്റെ തലേന്ന് തന്നെ അവന്മാർക്ക് കാണിക്കാനുള്ള തന്തയില്ലാത്തരം അവർ വ്യക്തമായിട്ട് അവർ കാണിച്ചു. ഇത് തന്നെയാണ് നമ്മളും കഴിഞ്ഞ ദിവസം വീഡിയോയിലും ഒക്കെ പറഞ്ഞിരുന്നത്. അല്ലാണ്ട് ആൾക്കാർ കമന്റ് ചെയ്യുന്നതല്ല അവിടെ നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ വ്യക്തമായില്ലേ? അമേരിക്ക ഇറാനിലോട്ട് വീണ്ടും സ്ട്രൈക്ക് ആരംഭിച്ചു. ഒന്നല്ല 13 സ്ഫോടനങ്ങളാണ് ഇന്നലെ ഒറ്റ ദിവസം ഇറാനിലോട്ട് അവർ അഴിച്ചുവിട്ടിട്ടുള്ളത്. ഇവിടെ ഇറാന്റെ പ്രതിനിധികളെല്ലാം ഖത്തറിൽ ഇവന്മാരുമായിട്ടുള്ള ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് അതും എന്താ സെൽഫ് ഡിഫെൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് ഇറാൻ തൊടാതെ അല്ല, ഇറാൻ ആക്രമിക്കാൻ അങ്ങോട്ട് പോയിട്ട് പോലുമില്ല, എന്നിട്ട് പോലും ഞങ്ങളുടെ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആക്രമണങ്ങൾ അഴിച്ചു വിട്ടത്. ഒരു തന്തക്ക് പറഞ്ഞമാർ ഈ വർത്താനം പറയില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇന്നലെ സൗദിയുടെ സൈഡിൽ നിന്ന് ഇന്നലെ ഒരു പ്രസ്താവന വന്നിരുന്നു. അത് വളരെ സിമ്പിളായിട്ടായിരിക്കും, ആരും ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അതായത് സൗദി അറേബ്യ ഇന്നലെ പറഞ്ഞത് അമേരിക്ക, അതായത് ഡൊണാൾഡ് ട്രംപിനോട് നിങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ ഈ നോമ്പൊന്ന് കഴിയണവരെ, അല്ല സോറി, പെരുന്നാളൊന്ന് കഴിയട്ടെ, ഹജ്ജ് കഴിയട്ടെ, എന്നിട്ട് ആക്രമിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാം അമേരിക്ക ആക്രമിക്കും. അവിടെ ഏത് തരത്തിലുള്ള ചർച്ചകൾ നടന്നോട്ടെ, എന്ത് നടന്നോട്ടെ, അമേരിക്കയും ഇസ്രായേലും അവരുടെ ഗുണം കാണിക്കും എന്ന് വ്യക്തമായിട്ട് അറിയാം. അവർക്കറിയാം ആക്രമണം നടക്കും എന്നുള്ളത്. അപ്പം എങ്ങനെയെങ്കിലും ഒന്ന് നിങ്ങൾ 2 ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് ഹജ്ജിന് വന്ന ആളുകളൊക്കെ ഒന്ന് തിരിച്ചു പോയിക്കോട്ടെ എന്ന് പറയാനുള്ള ഈ ഒരു പ്രസ്താവന വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഉറപ്പിച്ചതാണ് ഈ ആക്രമണം എപ്പം വേണമെങ്കിലും ഉണ്ടാവും എന്നുള്ളത്. നമുക്ക് തോന്നും ഇവരാർക്കും ഒന്നും അറിയില്ല, ഇവരൊക്കെ വളരെ നിഷ്കളങ്കരായിട്ട് മുന്നോട്ട് പോകുകയാണ് അല്ലേ? നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന ആൾക്കാർ എപ്പോഴും നമ്മൾ ഇതിൻ്റെ കമന്റ് ഇടുന്നത് എന്താണ്? നിങ്ങൾക്ക് അറിയില്ല ഇവിടെ നടക്കുന്നത്, ഇവിടെയൊക്കെ ഭയങ്കര സൗഹാർദ്ദപരമായിട്ട് പോകുന്ന കാര്യം ഒന്നുമല്ല. ഇതിന്റെ ഈ പോസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഉറപ്പിച്ചതാണ് ഈ ആക്രമണം ഇന്നൊന്നലെ അല്ലെങ്കിൽ നാളായിട്ട് ഉണ്ടാവും എന്നുള്ളത്. 13 സ്ഥലത്തോട്ടാണ് ആക്രമണം നടന്നിട്ടുള്ളത്. ഹോർമോസിലെ ബദർ അബ്ബാസിൽ, അതുപോലെ ജാക്സ് ഐലൻഡിൽ, ലാരിക് ഐലൻഡ്, ഈ 3 സ്ഥലങ്ങളിലോട്ടുമാണ് സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. ഈ ആക്രമണങ്ങൾ തങ്ങളുടെ സ്വയം പ്രതിരോധത്തിനാണ്, സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായിട്ടാണ് ചെയ്തത് എന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കടലിൽ മൈനുകൾ സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇറാനിയൻ ബോട്ടുകൾക്ക് നേരെയും അതുപോലെ തന്നെ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ തിരിച്ചു വെച്ചിട്ടുള്ള ഇറാന്റെ മിസൈൽ ലോഞ്ചറുകളെയാണ് ഞങ്ങൾ ആക്രമിച്ചത് എന്നാണ് സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇറാന്റെ സൈഡിൽ നിന്ന് ഇതുവരെ മറുപടികളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇറാന്റെ 4 സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, കുറേ സ്ഥലത്ത് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. തിരിച്ച് ഇറാന്റെ എയർ ഡിഫൻസ് സിസ്റ്റം ഇന്നലെ പുലർച്ചെ തന്നെ ആക്ടിവേറ്റ് ആക്കി വെച്ചതുകൊണ്ട് അമേരിക്കയിൽ നിന്ന് വന്നിട്ടുള്ള മറ്റ് ചില 3 ഡ്രോണുകൾ, MQ-9 റെപ്പർ ഡ്രോണുകൾ തകർത്തതായിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് അമേരിക്ക പ്രതീക്ഷിച്ചിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇറാന്റെ ഡിഫൻസ് സിസ്റ്റം അപ്പോഴും അവിടെ ബാക്കിയുണ്ട് എന്നുള്ളത് അമേരിക്ക വിചാരിച്ചിട്ടില്ല. ഇതിൽ 3 ഡ്രോണുകൾ, ഏകദേശം 2000 കോടിയുടെ അടുത്ത് ഈ 3 ഡ്രോണുകൾക്കും കൂടെ വരും എന്നാണ് പറയുന്നത്. അത്രയും ഒരു വലിയ ഒരു നാശം അമേരിക്കക്കും ഇറാന്റെ സൈഡിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ സീസ് ഫയർ എന്നും പറഞ്ഞിട്ട് ഇവന്മാർ കാണിക്കുന്ന എന്താ പറയുക, വെറും പ്രഹസനം മാത്രമെന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള പ്രഹസനങ്ങളും അതേ സമയത്ത് ചർച്ചകളും അതേ സമയത്ത് ഇപ്പുറത്ത് ആക്രമണങ്ങളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റ് ചില ഡീറ്റെയിൽസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറാന്റെ ഏത് രീതിയിലാണ് ഇറാൻ ഇതിനെ തടഞ്ഞത് എന്നുള്ളത് വരുന്നുണ്ട്. ഡ്രോണുകളെ തകർത്ത്, അതായത് ഇറാന്റെ തിരിച്ചടിയായിട്ട് അമേരിക്കയുടെ 1ലധികം MQ-9 റിപ്പർ ഡ്രോണുകൾ തകർത്തതായിട്ടുള്ള ഇമേജസും അതിന്റെ വീഡിയോസും ഒക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഈ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ വെടിവെച്ചിട്ടതാണ് ഇതെല്ലാം. അതുപോലെ IRGC 2 ഡ്രോണുകളും ഇറാന്റെ കരസേന 1 ഡ്രോണും തകർത്തതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വന്നിട്ടുള്ളത്. ഏറ്റുമുട്ടൽ കടലിൽ മാത്രം ഒതുങ്ങിയിട്ടുള്ള ഒരു ഏറ്റുമുട്ടലായിരുന്നില്ല ഇത്. ഇറാന്റെ പ്രമുഖ നഗരങ്ങളായിട്ടുള്ള ബദർ അബ്ബാസ്, കർമാൻഷെ, ഇസ്ഫഹാൻ, അർദാബിൻ എന്നീ സ്ഥലങ്ങളിലും ശക്തമായിട്ടുള്ള സ്ഫോടനങ്ങൾ, മിസൈൽ ആക്രമണങ്ങൾ നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ബദർ അബ്ബാസിലെ വിമാനത്താവളത്തിന് സമീപം മാത്രം 13 സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും കൂടെ ഈ ന്യൂസുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഏതാണെങ്കിലും വെടിനിർത്തലിന്റെ ലംഘനമായിട്ട് തന്നെ ആയിരിക്കും ഇപ്പം ഇറാൻ ഇതിനെ ഇറാൻ എന്നല്ല, അത് കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാവും ഇത് വെടിനിർത്തലിന്റെ ലംഘനം തന്നെയാണ് എന്നുള്ള ഒരു മാസമായിട്ടുള്ള. ഇനി ഏത് രീതിയിലാണ് ഇറാന്റെ സൈഡിൽ നിന്നുള്ള തിരിച്ചുള്ള ആക്രമണം എന്നുള്ളത് നമുക്കറിയില്ല. അതേ സമയത്ത് തന്നെ നമ്മൾ നല്ല ഒരു എന്താ പറയുക, എബ്രഹാമിക് അക്കോർഡിന്റെയും മുഹമ്മദ് അക്കോർഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുതിയ ചില സമവാക്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടെ വരുന്നുണ്ട് എന്നുള്ള നല്ല രാവിലത്തെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു വാർത്തയില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ ഉച്ച മുതൽ നമ്മൾ കേൾക്കുന്നത് എന്താണ്, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് വെറും ഒരു കരാറിൽ ഒതുങ്ങാതെ ഇതൊരു എബ്രഹാമിക് അക്കോർഡ് ആയിട്ട് മാറണം. അതായത് ഇസ്രായേലുമായിട്ട് സഹകരിച്ച് പോകുന്ന രീതിയിൽ അറബ് രാജ്യങ്ങൾ ഇതിലൊക്കെ വന്ന് സൈൻ ചെയ്യണം എന്നാണ്, അല്ലെങ്കിൽ ഇതൊരു തീരുമാനത്തിലോട്ട് എത്തൂല എന്നാണ് പറഞ്ഞത്. ഇന്നലെ രാവിലത്തെ ഇസ്രായേലി പത്രങ്ങൾ എന്താ പറഞ്ഞത്, ഇന്നലത്തെ അല്ല മെനഞ്ഞാത്തെ ഇസ്രായേലി പത്രങ്ങൾ എന്താണ് വന്നത്, ഇസ്രായേലിനെ മാറ്റി നിർത്തിയിട്ട് ഒരു അറബ് രാജ്യങ്ങളുടെ ഒരു സഖ്യം, ഒരു മുഹമ്മദ് അക്കോർഡ് വരുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള സംസാരം ഉണ്ടായിരുന്നു അല്ലേ? അത് പേടിച്ചതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇസ്രായേൽ വീണ്ടും അവിടേക്കുള്ള അമേരിക്കയോടുള്ള ആ ഒരു സമ്മർദ്ദം ചെലുത്തുന്നതും ഈ അബ്രഹാമിക് അക്കോർഡ് വീണ്ടും ഇതിൻ്റെ ഇടയിലോട്ട് കയറി വരുന്നതും പുതിയ എന്താ പറയുക ഒരു ചർച്ചയിലോട്ട് ഈ ഒരു സംഭവം കൊണ്ടിടുന്നതും അല്ലെങ്കിൽ ഇറാനെയും മറ്റ് അറബ് രാജ്യങ്ങളെയും പേടിച്ചതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ അബ്രഹാമിക് അക്കോർഡ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു അക്കോർഡ് അതിലോട്ട് വീണ്ടും ഈ രാജ്യങ്ങളെ എന്താ പറയുക സൈൻ ചെയ്യിപ്പിക്കാനുള്ള സമ്മർദ്ദം അമേരിക്ക അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. വെറുതെ അല്ല അത്തരത്തിലുള്ള ഡിസ്കഷൻസ് ഇന്നലെ മെനിയാന്നൊക്കെ നടന്നതും നമുക്ക് ആ ലിങ്ക് കിട്ടിയ
കിട്ടിയപ്പോൾ ഞാനത് പറഞ്ഞതും. അപ്പോൾ അത് ഇന്നലെ അതിനെ പ്രതിരോധിച്ച ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏത് രീതിയിലാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ വിചാരിക്കാത്ത സാധനങ്ങൾ പെട്ടെന്ന് ഇറങ്ങി വരുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ അത് ആരുമല്ല, അത് ഇസ്രായേൽ തന്നെയാണ്. അമേരിക്കനെ വെച്ചിട്ട് ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനമാക്കുക, അതിനുള്ള കഷ്ടപ്പാടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ മറ്റു ചില വ്യാജ വാർത്തകൾ വരുന്നുണ്ട്. അതായത് US ഉപരോധങ്ങൾ മറികടക്കാൻ ഖത്തർ ഇറാന് $12 ബില്യൺ വായ്പ നൽകി എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വെറുതെ പറയുന്നതാണ്. കംപ്ലീറ്റ് ഈ സമാധാന ചർച്ചകൾ അട്ടിമറിക്കാൻ വേണ്ടി, ഖത്തറിൽ നടക്കുന്ന സമാധാന ചർച്ചകൾ അതിന് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലി പത്രങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേലി മാധ്യമങ്ങൾ അടിച്ചുവിടുന്ന പടച്ചുവിട്ട വ്യാജ വാർത്തകൾ മാത്രമാണെന്നുള്ള ഖത്തർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നലെ തന്നെ ഈ കാര്യങ്ങൾ. പിന്നെ ട്രംപിന്റെ പുതിയ നിർദ്ദേശപ്രകാരം പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഒരു സമാധാന കരാറും, അത് മാത്രമല്ല അത് 48 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ അത് ചീറ്റിപ്പോയി നമ്മൾ കണ്ടു. അതിനുശേഷമാണ് ഇപ്പോൾ ഖത്തറിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ട് സമാധാന കരാർ എബ്രാമിക് അക്കോർഡിലോട്ട് എത്രയും പെട്ടെന്ന് സൈൻ ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകൂ എന്ന് ട്രംപ് വീണ്ടും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് മാത്രമല്ല ഇറാന്റെ എൻറിച്ച്ഡ് യുറേനിയം കംപ്ലീറ്റ് കൈമാറ്റം ചെയ്യണം. ഇവരുടെ അതായത് വീണ്ടും പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്ത് 1 പറഞ്ഞ് 2 പറഞ്ഞ് 3 പറഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇറാൻ ഇതിന് വ്യക്തമായിട്ടുള്ളൊരു മറുപടിയും കൂടെ കൊടുത്തിട്ടുണ്ട്. ട്രംപിന്റെ എല്ലാ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വ്യാജ പ്രചരണങ്ങൾക്കുള്ള ഒരു മറുപടി, അത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ മറുപടി നൽകാൻ സമയം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യ താല്പര്യങ്ങളും രാജ്യ സുരക്ഷയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട. ഇത്തരത്തിലുള്ള വട്ടന്മാർ അവിടെ കിടന്ന് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് അതിനിപ്പോൾ മറുപടി കൊടുക്കാൻ സമയമില്ല എന്ന് ഇറാന്റെ സൈഡിൽ നിന്നുള്ള ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാണെങ്കിലും ഇസ്രായേൽ ബെയ്റൂട്ടിലോട്ടും അതുപോലെ തന്നെ മറ്റ് തെക്കൻ ലെബനോനിലോട്ടും നല്ല രീതിയിൽ സ്ട്രൈക്ക് നടത്തുന്നുണ്ട്. ഹിസ്ബുള്ള തിരിച്ച് സ്ട്രൈക്ക് നടത്തുന്നുണ്ട്. ഇറാൻ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു, ഇങ്ങോട്ടുള്ള ആക്രമണങ്ങൾ നിർത്തണം. അതായത് ഞങ്ങളോട്ടുള്ളത് മാത്രമെന്നല്ല, ഇങ്ങോട്ടുള്ള ആക്രമണങ്ങൾ നിർത്തി പൂർണ്ണ സമാധാനം ഈ മേഖലയിൽ വരുത്തുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇനി മുന്നോട്ട് ഉള്ളൂ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിലുള്ളൂ എന്നുള്ളതാണ് ഇറാന്റെ സൈഡിൽ നിന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഹജ്ജാണ്, ഇതൊക്കെ അറിയാം എല്ലാവർക്കും. ഈ സമയത്ത് ഇവന്മാരടിക്കും. അതായത് ആ ഒരു ചെകുത്താൻ്റെ പിശാചിൻ്റെ കുണം എന്ന് പറയില്ലേ, ഒരു തന്തക്ക് പിറക്കാത്തതിൻ്റെ കുണം അത് ഇവന്മാർ കാണിക്കും എന്ന് വ്യക്തമായിട്ടുണ്ട് അല്ലേ. ഒരു മാറ്റം അതിലില്ല. അവരത് കാണിച്ചു വ്യക്തമായിട്ട്. ആ സമയത്ത് അവരത് ചെയ്തു. അവർക്ക് ഇറാൻ തിരിച്ച്, നിങ്ങൾ അടിച്ചൊക്കെ ഇപ്പം ഈ പേരും പറഞ്ഞിട്ട് ഇറാൻ അങ്ങോട്ട് 13 സ്ഥലങ്ങളിൽ ആക്രമിച്ച് ഇറാൻ തിരിച്ചടിച്ച് കഴിഞ്ഞാൽ വീണ്ടും അവിടെ യുദ്ധമില്ലേ. ഈ പറഞ്ഞ മുസ്ലിങ്ങൾ മൊത്തം ബുദ്ധിമുട്ടുന്നില്ലേ. നിങ്ങൾ ആലോചിച്ചൊക്കെ ഹജ്ജിന് പോയവർ ബുദ്ധിമുട്ടും, അങ്ങോട്ടുള്ള ഫ്ലൈറ്റുകളൊക്കെ സ്റ്റോപ്പ് ആവും, എല്ലാം വലയും. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അമേരിക്കക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. ഇസ്രായേൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. ലോകരാജ്യങ്ങൾക്ക് കുഴപ്പമുണ്ടോ? ഉണ്ട്. എല്ലാവർക്കും കുഴപ്പമുണ്ട്. അത് അമേരിക്കക്കും ഇസ്രായേലും അതൊരു ബാധകമേ അല്ല എന്നുള്ളത് ചിന്തിക്കുക. ഇപ്പോഴും ഇവന്മാരുടെ മൂട് താങ്ങി ഇവന്മാരുടെ ചന്തി കഴുകി ജീവിക്കുന്ന ഈ ചെറ്റകളൊന്ന് ചിന്തിച്ചാൽ മതി. ഈ ലോകരാജ്യങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കി ഇപ്പോഴും അങ്ങോട്ട് കയറി ആക്രമിച്ചിട്ട് അതിനെ ന്യായീകരിക്കാൻ വരുന്നവന്മാരുണ്ടാവും നമ്മുടെ ഈ വീഡിയോയുടെ താഴെ. കഷ്ടം. അവനൊക്കെ എന്ത് തിന്നാൻ കിട്ടാണ്ട് ചാവും, അതല്ലെങ്കിൽ വെള്ളം കുടിക്കാണ്ട് ചാവുന്ന അവസ്ഥയിലോട്ട് എത്തുക ഇത്തരത്തിലുള്ള ചിന്ത മനസ്സിലുള്ള ആൾ. അതല്ലെങ്കിൽ ഇനി പുതിയ ആക്രമണത്തിൻ്റെ കാര്യങ്ങൾ ഏത് രീതിയിലായിരിക്കും, ഇതിനി മുന്നോട്ട് പോയി ഇറാൻ്റെ തിരിച്ചടി എന്തായിരിക്കും ഒക്കെ നമ്മൾ കണ്ടറിയേണ്ടി വരും. അതിൽ അമേരിക്കനേക്കാൾ ബുദ്ധിയും വിവേകവും മനുഷ്യത്വം ഒക്കെ ഇറാൻ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഈ ഒരു ഹജ്ജ് കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇറാൻ ചിലപ്പം ഹോൾഡ് ചെയ്യുമോ എന്നറിയില്ല. പക്ഷേ അമേരിക്കയുടെ സൈഡിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്നുള്ള ഇനിയുള്ള ഒരു ആക്രമണം കൂടെ ഉണ്ടെങ്കിൽ ഇറാൻ തിരിച്ചടിക്കുന്നത് വളരെ വലുതായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യത്യാസവുമില്ല. ഇന്നലെ ബെൻഗുരിയൻ എയർപോർട്ടിൽ നിന്ന് വന്നിട്ടുള്ള ചില ക്ലിപ്പുകളാണിത്. അവിടെ എല്ലാം അമേരിക്കയും ഇസ്രായേലും റെഡി ആയിട്ടിരിക്കുകയാണ് ഒരു യുദ്ധസന്നാഹത്തിനായിട്ട്. അതുപോലെ തന്നെ ഗ്രീസിലെ അമേരിക്കൻ ബേസിലുള്ള വിമാനങ്ങൾ നിറച്ചിട്ടിരിക്കുകയാണ്. അതായത് അവർ ഒരു ആക്രമണം ചിലപ്പം ഇന്നോ നാളെ അല്ലെങ്കിൽ ഹജ്ജ് കഴിഞ്ഞിട്ടോ ഹജ്ജിൻ്റെ മുമ്പോ അല്ലെങ്കിൽ പെരുന്നാളിൻ്റെ അന്നോ എപ്പോൾ വേണമെങ്കിലും ആക്രമണത്തിന് റെഡി ആയിട്ട് തന്നെയാണ് അമേരിക്ക ഇരിക്കുന്നത്. എന്താണെങ്കിലും സമാധാനം ഉണ്ടാവട്ടെ. എങ്ങനെയെങ്കിലും യുദ്ധമൊക്കെ ഒന്ന് അവസാനിച്ചിട്ട് ലോകം പഴയ അവസ്ഥയിലോട്ട് വരട്ടെ. ഏറ്റവും കൂടുതൽ പെട്ടാൻ പോകുന്നത് അടുത്ത ഇന്ത്യയാണ്. കരുതിയിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്നലെ നിർമ്മല സീതാരാമൻ ഒക്കെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, മക്കളെ നിങ്ങൾ പെട്ടു, എന്നാലും നമ്മുടെ പ്രധാനമന്ത്രി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തൊക്കെയോ തരും എന്നൊക്കെ പറഞ്ഞ് വെറുതെ ആളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ പുതിയ അപ്ഡേറ്റ് ആയിട്ട് കാണാം.